നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. തടവ് പുള്ളിയുടെ അടിവസ്ത്രത്തിൽ നിന്നും ശുചിമുറിയിൽ നിന്നുമാണ് മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തത്. 6 മാസത്തിനിടെ 8ാം തവണയാണ് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുന്നത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ബലാത്സംഗ കേസ് പ്രതിയായ ഷഫീഖിന്റെ അടിവസ്ത്രത്തിൽ നിന്നാണ് ഒരു ഫോൺ കണ്ടെത്തിയത്. മറ്റൊരു ഫോൺ ശുചിമുറിയിലെ ഡ്രെയിനേജ് സിസ്റ്റത്തിനുള്ളിൽ പ്ലാസ്റ്റിക് കിറ്റിൽ പൊതിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. IMEI നമ്പർ മുഖേന ഫോൺ ഉടമയെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണിത്. 2 മാസത്തിനിടെ 4 തവണ കഞ്ചാവും പിടിച്ചെടുത്തിരുന്നു. എന്നാൽ കഞ്ചാവ് ആരുടേതാണ്, ആരാണ് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്താനായിട്ടില്ല. 700 തടവുകാരാണ് പൂജപ്പുര ജയിലിലെ കപ്പാസിറ്റി. നിലവിൽ 1300 തടവുകാരെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് കസ്റ്റഡിയിലെടുക്കും. പെൺകുട്ടിയുടെ സഹോദരന്റെയും അമ്മയുടെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി. റിമാൻഡിലുള്ള റമീസിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ആലുവയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പെൺകുട്ടി റമീസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെയും ചോദ്യം ചെയ്യും. ആത്മഹത്യയിലേക്ക് നയിച്ചത് റമീസും കുടുംബവും ചേർന്ന് മതപരിവർത്തനത്തിന് നിർബന്ധിച്ചത് കൊണ്ടാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. റമീസ് തർക്കമുണ്ടാക്കിയതിന് പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്നും പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്ന് ആരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം NIA അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും കത്ത് നൽകിയിട്ടുണ്ട്. നിർബന്ധിത മതപരിവർത്തനത്തിൽ മതതീവ്രവാദ ഭീകര സംഘടനകളുടെ പങ്കാളിത്തം ഉള്ളതായി സംശയിക്കുന്നതായി കുടുംബം വ്യക്തമാക്കി. മകൾ ആത്മഹത്യ ചെയ്തത് നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ശ്രമമായി കണ്ട് NIAക്ക് കേസ് കൈമാറാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ പോലീസ് വരണാധികാരി കൂടിയായ തൃശൂർ ജില്ലാ കളക്ടർക്ക് കത്തയക്കും. നിലവിൽ കിട്ടിയ പരാതികളിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ മാത്രമാണുണ്ടായതെന്നാണ് പോലീസ് നിഗമനം. ഉടൻ കേസ് എടുക്കേണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിഷയത്തിൽ നിയമോപദേശം തേടാനും പോലീസ് തീരുമാനിച്ചിരുന്നു. മുൻ MP ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ നൽകിയിരിക്കുന്ന ഹൈ പ്രൊഫഷണൽ വിഷയമായതിനാൽ അതീവ ജാഗ്രതയോടെ നീങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ADGP വെങ്കടേഷ്, തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് പോലീസ് നിർണായക തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. അതേസമയം വ്യാജ വോട്ട് വിവാദത്തിൽ CPIM BJP പോരിന് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. രാവിലെ 9:30 മണ്ഡലത്തിലെത്തി. പരിക്കേറ്റ പ്രവർത്തകരെ കാണുകയും ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ സുരേഷ് ഗോപിയും പങ്കെടുത്തു. നഗരത്തിൽ പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വെളിച്ചെണ്ണ ഉത്പാദന വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന. 7 ജില്ലകളിൽ നിന്നായി ആകെ 16,565 ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടികൂടി. വെളിച്ചെണ്ണയുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ വകുപ്പിന് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യ പരിശോധനകൾ നടത്തിയത്. പരിശോധനകൾ തുടരുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകളാണ് പരിശോധനകൾ നടത്തിയത്. ഏറ്റവും അധികം വ്യാജ വെളിച്ചെണ്ണ പിടികൂടിയത് കൊല്ലം ജില്ലയിൽ നിന്നാണ്. കേര സൂര്യ, കേര ഹരിതം ബ്രാൻഡ് ഉൾപ്പെടെ 9,337 ലിറ്റർ വെളിച്ചെണ്ണയാണ് കൊല്ലം ജില്ലയിൽ നിന്നും മാത്രമായി പിടിച്ചെടുത്തത്. രണ്ടാമതായി ആലപ്പുഴ ജില്ലയിൽ നിന്നും മായം കലർന്ന വെളിച്ചെണ്ണകൾ പിടിച്ചെടുത്തു. കൂടലിൽ പിതൃസഹോദരിക്കൊപ്പം താമസിച്ചിരുന്ന 40-കാരൻ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്ത്. കൊലപാതകത്തിന് കാരണം അവിഹിത ബന്ധം സംശയിച്ചതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേവലം മദ്യപാനത്തെ തുടർന്നുള്ള കൊലപാതകമല്ല ഇതെന്നും പ്രതിക്ക് രാജനോട് പൂർവ്വ വൈരാഗ്യമുണ്ടെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കേസിലെ പ്രതി അനി തന്റെ വീട്ടിൽ താമസിപ്പിച്ച ഒരു സ്ത്രീയുമായി കൊല്ലപ്പെട്ട രാജൻ അടുപ്പമുണ്ടെന്ന് സംശയിച്ചു. ഈ സ്ത്രീ പിന്നീട് വിട്ടുപോയതോടെ ഇതിന് കാരണം രാജനാണെന്നും അനി വിശ്വസിച്ചു. സ്ഥിരം മദ്യപാനിയായ അനി ഇതിന്റെ പേരിൽ പലപ്പോഴും രാജനുമായി വഴക്കിട്ടിരുന്നു. ഈ വൈരാഗ്യം കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അനിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. അനിയെ അടുത്ത ദിവസങ്ങളിൽ തന്നെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുമെന്നാണ് വിവരം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ രൂക്ഷ വിമർശനവുമായി OBC മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിപിൻ കുമാർ. BPLന്റെ ഗതി BJPക്കും വരുമെന്നാണ് വിമർശനം. പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെയായിരുന്നു വിപിന്റെ രൂക്ഷ പ്രതികരണം. സോഷ്യൽ മീഡിയയിലൂടെ മുൻപ് പ്രതികരിച്ചതിന് വിപിനെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിലാണ് വിപിന്റെ രൂക്ഷ വിമർശനങ്ങൾ. തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കല എന്ന് ബോധ്യമുള്ള മികച്ച നേതാക്കളെ ഇങ്ങനെ ഒതുക്കുന്നത് സംഘടനയ്ക്ക് ദോഷകരമെന്നും വിപിൻ ഫേസ്ബുക്കിൽ എഴുതി. പാർട്ടി മുതൽക്കൂട്ടാകുന്ന ഇത്തരം നേതാക്കളെ ഒഴിവാക്കി കോടികൾ മാസം ചെലവഴിച്ച് കൂടെ നിർത്തിയുള്ള PR ടീമും തിരുവനന്തപുരത്തെ ഓംബ്രാനും മതിയെന്നാണോ വിപിൻ എന്ന് ചോദിച്ചു. താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരായ ഗവർണറുടെ ഹർജി ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച കോടതി സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു.
വിഷയത്തിൽ സർക്കാരും ഗവർണറും യോജിച്ച് തീരുമാനം കൈക്കൊള്ളണമെന്നായിരുന്നു സുപ്രീം കോടതി അറിയിച്ചത്. ഗവർണറുടെ താൽക്കാലിക VC നിയമനത്തിനെതിരെ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരമല്ല നിയമനമുണ്ടായതെന്നും ചട്ടവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തിന്റെ അപ്പീൽ. താൽക്കാലിക VC നിയമനത്തിൽ കഴിഞ്ഞ 14-ന് സർക്കാർ അനുകൂലമായി ഹൈക്കോടതി വിധി വന്നിരുന്നു. ഇതോടെ സിസ തോമസ് ശിവപ്രസാദും ചുമതലയിൽ നിന്ന് മാറേണ്ടിയും വന്നു. എന്നാൽ ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുകയും പുതിയ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുവരെ താൽക്കാലിക VCമാർക്ക് തുടരാമെന്ന വിധി നേടുകയും ചെയ്തിരുന്നു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ കൂടുതൽ തെളിവുകൾ ലഭിച്ചു. BJP ജില്ലാ നേതാവിന്റെയും മേൽവിലാസം മറയാക്കി സംസ്ഥാന ഉപാധ്യക്ഷനും വോട്ട് ചെയ്തു. തൃശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് V. ആതിരയുടെ മേൽവിലാസം ഉപയോഗിച്ചാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ V. ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തത്. V. ഉണ്ണികൃഷ്ണന് ഇരട്ട വോട്ടുള്ളതിന്റെ തെളിവുകളും ലഭിച്ചു. V. ഉണ്ണികൃഷ്ണൻ ആരോപണം തള്ളിയിട്ടുണ്ട്. വോട്ട് ചെയ്തത് തൃശൂരിൽ മാത്രമെന്നാണ് വിശദീകരണം. V. ഉണ്ണികൃഷ്ണനായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ BJPയുടെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ചത്. ഉണ്ണികൃഷ്ണന് ഇരട്ട വോട്ടുണ്ടെന്ന ആരോപണം ഇന്നലെ സന്ദീപ് വാര്യർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നത്. സ്ഥിരതാമസക്കാരനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ അഡ്രസ് ഉപയോഗിക്കുന്നതിനാണ് ചെയ്തത്. കേരളവർമ്മ കോളേജിലെ 53-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. മേൽവിലാസം ആതിരയുടെ അറിവോടെയാണ് ചേർത്തിരിക്കുന്നത് എന്നാണ് സൂചന. വിഷയത്തിൽ ആതിര പ്രതികരിച്ചിട്ടില്ല. ഉണ്ണികൃഷ്ണന് പൊന്നാനി മണ്ഡലത്തിലും വോട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരട്ട വോട്ട് ആരോപണവുമായി ഇദ്ദേഹത്തിന് ഉയർന്നു വരുന്നുണ്ട്. വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിന് മുന്നിലെ ബോർഡിൽ CPIM പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചതിനെ തുടർന്നുണ്ടായ CPIM-BJP സംഘർഷങ്ങൾക്കിടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. വിവാദങ്ങളിൽ സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ദിശ ബോർഡിൽ പ്രവർത്തകൻ കരിയോയിൽ ഒഴിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും CPIM-BJP പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയും ചെയ്തു. സുരേഷ് ഗോപിയുടെ ഓഫീസ് CPIM പ്രവർത്തകർ ആക്രമിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ്. 1 പവൻ സ്വർണത്തിന് 40 രൂപയുടെ നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 5 രൂപയും കുറഞ്ഞു. ഇതോടെ സംസ്ഥാനത്ത് 1 പവൻ സ്വർണത്തിന്റെ വില 74,320 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന്റെ വില 9,290 രൂപയും 18 കാരറ്റ് സ്വർണത്തിന്റെ വില 7,675 രൂപയുമായാണ് കുറഞ്ഞത്. വെള്ളിയാഴ്ച വമ്പൻ കുതിപ്പോടെ റെക്കോർഡിട്ടതിനു ശേഷമാണ് ഇടിവുണ്ടായിരിക്കുന്നത്. പവന് 75,760 രൂപയായിരുന്നു വെള്ളിയാഴ്ചത്തെ വില. കഞ്ചാവുമായി KSRTC കണ്ടക്ടർ പിടിയിൽ. ആലപ്പുഴയിലാണ് സംഭവം. മാവേലിക്കര ഭരണിക്കാവ് സ്വദേശി ജിതിൻ കൃഷ്ണയാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇന്നലെ രാത്രി 12:30-ഓടെ ഇരുചക്രവാഹനത്തിൽ കഞ്ചാവുമായി പോകുമ്പോഴാണ് പിടിയിലായത്. ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന 1.25 കിലോളം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. KSRTC ഹരിപ്പാട് ഡിപ്പോയിലെ കണ്ടക്ടറാണ് ഇയാൾ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ജിതിൻ ആലപ്പുഴ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ടുണ്ടായെന്ന കോൺഗ്രസിന്റെ ആരോപണം വ്യാജമെന്ന് CPIM. പുറത്തുവിട്ട രേഖകൾ വ്യാജമാണെന്നും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്നവർക്ക് ഈ തെളിവുകൾ ഉണ്ടാക്കുന്നത് നിസ്സാരമാണെന്നും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. കോൺഗ്രസ് സമനില തെറ്റുമ്പോൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളായി മാത്രമേ ഇതിനെയെല്ലാം കാണുന്നുള്ളൂ എന്നാണ് CV വർഗീസിന്റെ പരിഹാസം. ഇതിനൊന്നും യാതൊരു വിലയും കൊടുക്കേണ്ടതില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും രേഖ ചമച്ചവരാണ്. വ്യാജരേഖ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവരോടൊപ്പം എത്താൻ തങ്ങൾക്ക് പറ്റില്ല. ഇന്നലെയാണ് CPIM-നെതിരെ കോൺഗ്രസ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മണ്ഡലത്തിൽ ഇരട്ട വോട്ടുണ്ടെന്ന് ചില രേഖകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആരോപിക്കുകയായിരുന്നു. എന്നാൽ മണ്ഡലത്തിൽ ഇരട്ട വോട്ടില്ലെന്നും കോൺഗ്രസ് കാണിച്ച ചില വ്യാജ തെളിവുകളാണെന്നാണ് CPIM-ന്റെ മറുപടി. മാസപ്പടി കേസിൽ ഷോൺ ജോർജിന് തിരിച്ചടി. രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. CMRL നിന്ന് SFIO കസ്റ്റഡിയിലെടുത്ത ഡയറിയുടെ പകർപ്പും അനുബന്ധ രേഖകളും പകർപ്പും ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് തള്ളിയത്. CMRL മാസപ്പടി കേസിലെ നിർണായക വിവരങ്ങൾ ഡയറിയിലുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. നേരത്തെ രേഖകൾ കൈമാറാൻ കീഴ്ക്കോടതി നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെ CRML കോടതിയെ സമീപിക്കുകയായിരുന്നു. SFIO റിപ്പോർട്ട് അടക്കമുള്ള രേഖ കൈമാറരുതെന്ന് CMRL ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഹർജി പരിഗണിച്ച ഹൈക്കോടതി രേഖകൾ ഷോൺ ജോർജിന് കൈമാറാൻ കഴിയില്ലെന്നും അറിയിച്ചു. ഫ്രീഡം നൈറ്റ് മാർച്ചുമായി കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യവുമായി നാളെ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും. എല്ലാ DCC-കളുടെയും നേതൃത്വത്തിലാണ് മാർച്ച്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് KC വേണുഗോപാൽ നിർവഹിക്കും. KPCC അധ്യക്ഷൻ വയനാട്ടിലും പ്രതിപക്ഷ നേതാവ് എറണാകുളത്തും മാർച്ചിൽ പങ്കെടുക്കും. തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്കുള്ള നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ
ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA വയനാട്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എറണാകുളം എന്നിവിടങ്ങളിലെ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല MLA ആലപ്പുഴയിലും, K സുധാകരൻ MP കണ്ണൂരിലും, കൊടിക്കുന്നിൽ സുരേഷ് MP കൊല്ലത്തും നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകും. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ MLA മലപ്പുറം, PC വിഷ്ണുദാസ് MLA പാലക്കാട്, ഷാഫി പറമ്പിൽ MP കാസർഗോഡ്, UDF കൺവീനർ അടൂർ പ്രകാശ് MP പത്തനംതിട്ട, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കോട്ടയം, ബെന്നി ബെഹനാൻ MP തൃശൂർ, MK രാഘവൻ MP കോഴിക്കോട്, ഡീൻ കുര്യാക്കോസ് MP ഇടുക്കി എന്നിവിടങ്ങളിലും ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകും. വിവിധ ജില്ലകളിൽ നടക്കുന്ന നൈറ്റ് മാർച്ചിൽ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC DCC ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. വിഴുപ്പുറത്ത് +1 വിദ്യാർത്ഥി ക്ലാസ്സിൽ കുഴഞ്ഞു വീണു മരിച്ചു. തമിഴ്നാട് വിഴുപ്പുറത്തെ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥിയായ മോഹൻരാജാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. സ്പെഷ്യൽ ക്ലാസ്സിന് വേണ്ടിയാണ് മോഹൻരാജ് സ്കൂളിലെത്തിയത്. ക്ലാസ് മുറിയിൽ ഇരുന്നതിന് പിന്നാലെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ക്ലാസ്സിൽ കുട്ടി കുഴഞ്ഞു വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ സ്കൂളിനെതിരെ കുട്ടിയുടെ അമ്മ ഗുരുതര ആരോപണം ഉയർത്തിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയും സ്കൂളിൽ ക്ലാസുകൾ പതിവാണെന്നാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞത്. 2 വർഷമായി രാവിലെ 4 മണിക്കാണ് കുട്ടി എഴുന്നേൽക്കുന്നത്. ഉറങ്ങാൻ പോലും സമയം കിട്ടാറില്ലെന്നും അമ്മ പറഞ്ഞു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഒരു കൂട്ടം ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വാദം തുടരും. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുക. ഇന്നലെ കേസിൽ വാദം കേൾക്കുന്നതിനിടയിൽ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ് വോട്ടർ പട്ടികയിൽ മരിച്ചെന്ന് രേഖപ്പെടുത്തിയ സ്ത്രീയെ കോടതി മുറിയിൽ ഹാജരാക്കിയിരുന്നു. ഹർജികൾക്കെതിരായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കോടതിയിൽ വാദങ്ങൾ ഉന്നയിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഭരണഘടനാ വിരുദ്ധം എന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്ത് മുതിർന്ന അഭിഭാഷകർക്ക് പുറമെ വാദം ഉന്നയിക്കാനെത്തിയ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ യോഗേന്ദ്ര യാദവാണ് കോടതി മുറിയിൽ അപ്രതീക്ഷിത നീക്കം നടത്തിയത്. ബീഹാർക്കാരുടെ വോട്ടർ പട്ടികയിൽ മരിച്ചതായി രേഖപ്പെടുത്തിയ സ്ത്രീയെ യോഗേന്ദ്ര യാദവ് കോടതി മുറിയിൽ ഹാജരാക്കി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പോരായ്മകൾ സുപ്രീം കോടതിയെ നേരിട്ടറിയിച്ചു. നാടകം എന്തിനാണ് എന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. ഉത്തരം മുട്ടിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോരായ്മകളിൽ ഇടപെടുമെന്ന് കോടതിയെ അറിയിച്ചു. മാധ്യമപ്രവർത്തകർ നൽകുന്ന വാർത്തയുടെ പേരിൽ രാജ്യദ്രോഹം കുറ്റം ചുമത്താനാകില്ലെന്ന സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. ദി വെയർ എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജിന്റെയും ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ജേർണലിസം അംഗങ്ങളുടെയും അറസ്റ്റ് തടഞ്ഞുകൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഒരു മാധ്യമപ്രവർത്തകന്റെ ലേഖനമോ വീഡിയോയോ പ്രഥമദൃഷ്ട്യാ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരല്ലെന്നാണ് കോടതി നിരീക്ഷണം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ തകർന്നതായുള്ള റിപ്പോർട്ടുകൾക്കെതിരായ പരാതിയിൽ അസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സിദ്ധാർത്ഥ് വരദരാജിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തതിൽ നിന്ന് കോടതി സംരക്ഷണം നൽകി. മാധ്യമ റിപ്പോർട്ടുകൾ പ്രഥമദൃഷ്ട്യാ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയല്ലെന്നും ഈ പശ്ചാത്തലത്തിൽ BNS സെഷൻ 152 ചുമത്താനാകില്ലെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. വാർത്തകൾ തയ്യാറാക്കുന്നതിന്റെയോ വീഡിയോകൾ ചെയ്യുന്നതിന്റെയോ പേരിൽ മാധ്യമപ്രവർത്തകർ കേസുകളിൽ അകപ്പെടണോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ചിന്റേതാണ് സുപ്രധാന നിരീക്ഷണങ്ങൾ. ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ. സിന്ധു നദിയിലെ വെള്ളം തടയുന്നത് യുദ്ധമായി കണക്കാക്കുമെന്നും ഇന്ത്യയെ വീണ്ടും പാഠം പഠിപ്പിക്കുമെന്നുമാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. ഇസ്ലാമാബാദിൽ നടന്ന ഒരു ചടങ്ങിനിടെയാണ് വിവാദ പരാമർശം. പാകിസ്ഥാൻ അർഹമായ ഒരു തുള്ളി വെള്ളം പോലും തട്ടിയെടുക്കാൻ ഇന്ത്യയെ അനുവദിക്കില്ലെന്നാണ് വ്യക്തമാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെയുള്ള കടുത്ത നടപടികളുടെ ഭാഗമാണ് ഇന്ത്യ സിന്ധു നദിയിലെ ജല കരാർ മരവിപ്പിച്ചത്. ഈ വിഷയം മുൻനിർത്തിയാണ് ഷഹബാസ് ഷെരീഫ് കടുത്ത ഭാഷയിൽ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പരാമർശം നടത്തിയത്. പാക് സൈനിക മേധാവി അസിം മുനീർ, പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ എന്നിവർക്ക് പിന്നാലെ ഇപ്പോൾ ഷഹബാസ് ഷെരീഫിന്റെയും ഭീഷണി. ഞങ്ങൾക്ക് വെള്ളം തരുന്നത് നിർത്തുമെന്ന ഭീഷണി. അത്തരമൊരു നീക്കത്തിന് ശ്രമിച്ചാൽ ഒരിക്കലും മറക്കാത്ത പാഠം പാകിസ്ഥാൻ നിങ്ങളെ പഠിപ്പിക്കും, ഷെരീഫ് പറഞ്ഞു. ജലത്തെ ജീവരേഖ എന്നാണ് ഷെരീഫ് വിശേഷിപ്പിച്ചത്. അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരമുള്ള രാജ്യത്തിന്റെ അവകാശങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നായിരുന്നു ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവന. ഇതിനായി പാകിസ്ഥാനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കി. സിന്ധു നദിയിലെ ജലം ഇന്ത്യ തടയുകയാണെങ്കിൽ അത് പാകിസ്ഥാനിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്നും ഇത് പാകിസ്ഥാന്റെ സംസ്കാരത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് ബിലാവൽ ഭൂട്ടോ പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിക്കുമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടെന്നും അത്തരമൊരു നടപടിയുണ്ടായാൽ യുദ്ധം ചെയ്യുമെന്നുമാണ് അവരുടെ ഭീഷണി. പലസ്തീൻ ഇസ്രായേലിൽ നടത്തുന്നത് വംശഹത്യയെന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രിയങ്ക ഗാന്ധി MP-യുടെ പോസ്റ്റ് പങ്കുവെച്ച് അതിരൂക്ഷ വിമർശനവുമായി മറുപോസ്റ്റുമായി ഇസ്രായേൽ അംബാസിഡർ റുവേ നസർ.
ആളുകൾ കൊല്ലപ്പെട്ടതിൽ ഹമാസ് പങ്ക് കാണാതെയുള്ള പ്രിയങ്കയുടെ വിമർശനങ്ങൾ ലജ്ജാകരമായ വഞ്ചനയാണെന്നാണ് ഇസ്രായേൽ അംബാസിഡറുടെ വാദം. സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഗസയിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഇതിനകം 60,000 പലസ്തീനികളെ കൊന്നൊടുക്കിയെന്നാണ് കണക്കുകൾ. ഈ കണക്കുകൾ നിരത്തിയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ എക്സ് പോസ്റ്റ്. നിരവധി കുട്ടികളെ പട്ടിണി കിട്ടുമെന്നും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി. ദശലക്ഷക്കണക്കിന് പലസ്തീനികൾ ഇപ്പോഴും പട്ടിണി മരണ ഭീഷണിയിലാണെന്നും പ്രിയങ്ക എക്സിൽ എഴുതി. നിശബ്ദത പാലിച്ചും നിഷ്ക്രിയമായിരുന്നും ഈ ഹീനകൃത്യങ്ങൾക്ക് വഴിയൊരുക്കുന്നതും ഒരു കുറ്റകൃത്യമാണ്. കേന്ദ്ര സർക്കാർ പ്രതികരണം അറിയാതെ മൗനം പാലിക്കുകയാണെന്നും പ്രിയങ്ക വിമർശിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപ് പുടിൻ ഉച്ചകോടി അലാസ്കയിൽ സ്ഥിരീകരിച്ചെന്ന് വൈറ്റ് ഹൗസ്. അമേരിക്കൻ മണ്ണിലെത്താൻ സന്നദ്ധത കാണിച്ച പുടിന്റെ തീരുമാനം ആദരണീയമെന്ന് ട്രംപ് പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് കൂടിക്കാഴ്ച. ഉച്ചകോടിക്കായി അലാസ്ക തിരഞ്ഞെടുത്തതിന് പിന്നിൽ ചില കാരണങ്ങളുമുണ്ട്. അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ അലാസ്ക കാനഡയുടെയും റഷ്യയുടെയും അതിർത്തി പങ്കിടുന്ന വടക്കേ അറ്റമുള്ള പ്രദേശമാണ്. 1867 വരെ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന അലാസ്ക അമേരിക്കയുടെ ഭാഗമായി മാറിയത് ചരിത്രപരമായ ഒരു കരാറിലൂടെയായിരുന്നു. ഡാനിഷ് പര്യവേക്ഷകനായ വിറ്റസ് ബെറിംഗ് 1741 ഈ പ്രദേശം കണ്ടെത്തിയതോടെയാണ് യൂറോപ്യന്മാർക്ക് ഈ ഭൂമി പരിചയമാകുന്നത്. റഷ്യൻ തിമിംഗല വേട്ടക്കാരും റോമ വ്യവസായികളും ഇവിടെ താവളമുറപ്പിച്ചു. എന്നാൽ റഷ്യൻ സാമ്രാജ്യത്തിന് അലാസ്കയിൽ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്നതിനോട് പുറമെ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളിൽ നിന്ന് ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് റഷ്യയ്ക്ക് തോന്നി. റഷ്യയുടെ ഈ സാഹചര്യം മുതലെടുത്ത് അമേരിക്ക അലാസ്ക വാങ്ങുകയായിരുന്നു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തിന് അംഗീകാരം നൽകി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ. അഹമ്മദാബാദ് വേദിയായിട്ടുള്ള ഗെയിംസിനാണ് അനുമതി നൽകിയത്. ഈ മാസം 31-നകം ബിഡ് സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഈ വർഷം അവസാനമാണ് കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ വേദി പ്രഖ്യാപിക്കുക. അഹമ്മദാബാദിനൊപ്പം ഭുവനേശ്വറും ആതിഥേയത്വം വഹിക്കാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ അധികൃതർ 2 സ്ഥലങ്ങളിലും പരിശോധന നടത്തിയിരുന്നു. 2010 ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത്. കാനഡ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെയാണ് ഇന്ത്യക്ക് പങ്കെടുക്കാനുള്ള സാധ്യത വർദ്ധിച്ചത്. 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനും ഇന്ത്യ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഉദ്ദേശ്യപത്രം ഇതിനകം അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് ഇന്ത്യ സമർപ്പിച്ചിട്ടുണ്ട്. 2036 ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ രാജ്യം ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി വേദികളിൽ പറഞ്ഞിട്ടുമുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.